ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മാർക്കറ്റ് ഓൾ ടൈം ഹൈക്ക് അടുത്ത് നിൽക്കുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇന്നലെ 26,000 റേഞ്ച് മാർക്കറ്റ് കടന്നു പോയി എന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണ് ഇനിയുള്ള ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ട്രേഡിംഗ് ഡേയിൽ എന്ത് നടക്കാനാണ് പോസിബിലിറ്റി എന്നുള്ള കാര്യം നമുക്കൊന്ന് ടെക്നിക്കലി എന്താണെന്നുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം 1, 2, 3 3 തവണ റിജക്ഷൻ തന്ന ഒരു മേഖലയിലേക്ക് നിഫ്റ്റി പോകുകയാണ്. അതായത് 26,000 എന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട്. ഇവിടെ ഒരു സപ്ലൈ റേഞ്ച് എന്തായാലും വിസിബിൾ ആണ്. മാർക്കറ്റ് ഈ ഏരിയയിലേക്ക് എത്തി സപ്ലൈ ചെയ്യുവാണെങ്കിൽ പോലും മാർക്കറ്റ് 25,743 എന്നുള്ള ഏരിയയിൽ നല്ലൊരു ബയേഴ്സ് ഇൻട്രസ്റ്റ് ഉള്ള മേഖല നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു സോൺ നമുക്ക് ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സോണായിട്ട്. ആൻഡ് ഒരു മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു സപ്ലൈയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മേ ബി ഒരു ക്വിക്ക് സെല്ലിംഗ് ഉണ്ടായതിനു ശേഷം മാർക്കറ്റ് അപ്പ് സൈഡ് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു വളരെ കുറച്ച് ഒരു 1% മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കിട്ടിയാൽ തന്നെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണലി നമ്മളെപ്പോലെ സാധാരണ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാറുണ്ട്. ഞാൻ എന്തായാലും ഇൻഡെക്സിൽ ഇങ്ങനത്തെ മേഖലകളിൽ വലിയ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാറില്ല. വെയിറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ട്രേഡുകളൊന്നൊക്കെ കൺസിഡർ ചെയ്യാറുള്ളൂ. നിഫ്റ്റിയിലെ ഇങ്ങനത്തെ ലെവൽസ് ഇവിടെ വിസിബിൾ ആണ്. നമുക്ക് ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും അത്ഭുതകരമായ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായാൽ ലൈവ് മാർക്കറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും കൂടെ നമുക്കൊന്ന് 15 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ അതേ വ്യൂ ആണ്. മാർക്കറ്റ് മേജർലി ഉള്ള ഒരു സപ്ലൈ സോൺ ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ആ ഒരു സപ്ലൈ ക്ലിയർ ചെയ്ത് അത് സപ്ലൈക്ക് മുകളിൽ കഴിഞ്ഞ 15 മിനിറ്റ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ട്രേഡ് ചെയ്യുകയാണ്. കുറച്ചധികം സമയമായിട്ട് ഒരു സോണിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ്. ഇത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഹയർ മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് മാർക്കറ്റിന് ഒരു ഡിപ്പ് തരണമെന്നുണ്ടെങ്കിൽ ഒരു ബയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ മേഖല 58,540 to 600 റേഞ്ച് മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ പറ്റിയ സോണായിട്ട് നമുക്കിവിടെ കാണാം. ഓക്കെ, ആൻഡ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഇന്ന് ടോട്ടലി നോക്കുമ്പോഴത്തേക്കും ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ഡോ ഫ്യൂച്ചർ ആൻഡ് ഡോയും S&P എല്ലാം സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം നോക്കുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണെങ്കിലും നമ്മളെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി നമ്മളെ സ്ട്രക്ചറും നമ്മുടെ മാർക്കറ്റ് അത്യാവശ്യം സ്ട്രോങ് ആണ്. മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടാൽ പോലും മാർക്കറ്റ് തിരിച്ച് റിട്ടേൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി സ്ട്രക്ചർ വൈസ് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് നമുക്ക് നോക്കാം. ഇന്ന് ഏതൊക്കെയാണ് കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്സ് എന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസിൽ ഒരു സ്റ്റേക്ക് സെല്ലിംഗ് BC ഇൻവെസ്റ്റ്മെന്റ് IB എന്ന് പറഞ്ഞ കമ്പനി ഇക്വിറ്റി ഫേമാണ് ബെയിൻ ക്യാപിറ്റലിന്റെ. അവരൊരു 2% സ്റ്റേക്ക് എംക്യൂർ ഫാർമസ്യൂട്ടിക്കലിൽ സെല്ല് ചെയ്യാൻ സാധ്യതയുണ്ട് ബ്ലോക്ക് ഡീലുമായിട്ട് ബന്ധപ്പെട്ട്. മോസ്റ്റ്ലി 493 കോടിയാണ് പറയുന്നത്, അത്ര റേഞ്ച് വരുമെന്നാണ് പറയുന്നത്. ആൻഡ് 1,196.5 രൂപയാണ് പെർ ഷെയറിന് അവർ സെൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മോസ്റ്റ്ലി ഈ കമ്പനി തന്നെ മോസ്റ്റ്ലി 6.3% സ്റ്റേക്ക് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് മോസ്റ്റ്ലി ഒരു 2% സ്റ്റേക്കാണ് അവർ സെല്ല് ചെയ്യുന്നത്. ആസ്ട്രാസെനിക്ക ഫാർമയുടെ ഒരു ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ സെക്കൻഡ് ബ്രാൻഡ് പാർട്ണർഷിപ്പ് ചെയ്യുന്നുണ്ട്. ആരുമായിട്ടാണ്? സൺ ഫാർമസ്യൂട്ടിക്കൽസ് ആയിട്ടാണ്. അപ്പോൾ സോഡിയം സിർക്കോണിയം ആൻഡ് സൈക്ലോസിലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഡ്രഗിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് പാർട്ണർഷിപ്പാണ് ചെയ്യുന്നത്. അതിൻ്റെ ഈ ഒരു അഗ്രിമെൻറ്റിൻ്റെ പ്രകാരമാണെങ്കിൽ രണ്ട് കമ്പനികളും പ്രൊമോട്ട്, മാർക്കറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഈ ഒരു ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ രണ്ടുപേരും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെയുള്ള ന്യൂസ് പറഞ്ഞാൽ WPL ആണ്. അത് WPL സൗത്ത് ആഫ്രിക്കൻ സബ്സിഡറി ഒരു കോൺട്രാക്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. 426 കോടിയോളം വരുന്ന ഒരു കോൺട്രാക്റ്റാണ് അവർക്ക് റിസീവ് ചെയ്തിട്ടുള്ളത്. ശേഷം വലിയ ന്യൂസ് ഉള്ളത് JSW എനർജിക്കാണ്. അതായത് പൃഥേഷ് വിനയ് എന്ന് പറഞ്ഞ ആൾ ഡയറക്ടറാണ് ഫിനാൻസിൻ്റെ. അപ്പോൾ അയാൾ റിസൈൻ ചെയ്ത കാര്യം ന്യൂസായിട്ട് നിലവിലുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ന്യൂസുകൾ വളരെ കുറവാണെന്ന്. നമുക്കിപ്പം റിസൾട്ട് കാലമെല്ലാം കഴിഞ്ഞ് വരികയാണ്. നമുക്കിപ്പം ബേസിക്കലി ഇൻഡിവിജ്വൽ സ്റ്റോക്സിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫോക്കസിലുള്ള 1-2 കമ്പനികൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഒന്ന് ഇതാണ് ഈഡൽ വേസ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ എൻ്റെ ഫോക്കസിൽ വെച്ചിട്ടുണ്ട്. 170 റേഞ്ചിലാണ് ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു സ്ട്രക്ചർ വൈസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് എടുത്ത് ഫോക്കസ് ചെയ്തേക്കുന്നത്. ആൻഡ് 1 ഡേ ചാർട്ട് നമുക്കൊന്ന് കാണിക്കാം. 1 ഡേ ചാർട്ട് നോക്കുവാണെങ്കിൽ സ്ട്രക്ചർ വൈസ് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സോൺ എന്തായാലും സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 121 ആണ് ബേസിക്കലി സെല്ലിംഗ് നേരിടാനുള്ള സോണ്. എന്തായാലും ഈ ഒരു സ്ട്രക്ചർ വൈസ് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുകയാണ്. അപ്പോൾ എൻട്രി എക്സിറ്റ് ഒക്കെ ഞാൻ എൻട്രി എടുക്കാൻ നേരം ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ശേഷം നമ്മളെ ഫോക്കസിലുള്ള കമ്പനി എന്ന് പറയുന്നത്
CDSL ആണ്. CDSL ബേസിക്കലി ഒരു എൻട്രി ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്യാണ്. ഒരു 1660 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ 2 കമ്പനികൾ എന്തായാലും എൻ്റെ ഫോക്കസിലുണ്ട്. ശേഷം ആരതി ഇൻഡസ്ട്രീസ് എന്ന കമ്പനി വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ ആരതി ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡൗൺ സൈഡ് വന്ന ശേഷം മാർക്കറ്റ് കുറച്ചധികം കാലമായിട്ട് ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യണം ആരതി ഇൻഡസ്ട്രീസ്. ഒരു 400 ബ്രേക്ക് ചെയ്താൽ മാത്രമേ വലിയൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ആരതി ഇൻഡസ്ട്രീസിൽ. സോ ആരതി ഇൻഡസ്ട്രീസ് സ്റ്റിൽ ആ ഒരു 400-ന് താഴെ ട്രേഡ് ചെയ്ത് നിൽക്കുകയാണ്. സോ 400 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാനൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ വാച്ച് ലിസ്റ്റിൽ ഇട്ടിരിക്കുകയാണ് ആരതി ഇൻഡസ്ട്രീസ്. കഴിഞ്ഞ ആഴ്ച ഇതിലൊരു അറ്റംപ്റ്റ് നടത്തിയോണ്ടാണ് കൂടുതൽ ഫോക്കസ് ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, ശേഷം നമ്മുടെ ഫോക്കസിലുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ശൈലിയാണ്. ശൈലി ഇപ്പോൾ നല്ലൊരു ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ശൈലി ഹയർ ടാർഗറ്റ്സിലേക്ക് പോകാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ട്രേഡാണ് ശൈലി. ഓക്കെ, സോ ഇത്രയും സ്റ്റോക്കുകളാണ് ബേസിക്കലി ഇന്ന് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. ആൻഡ് ലൈവ് മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നോക്കിയ ശേഷം കൂടുതൽ സ്റ്റോക്സ് ട്രേഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ആൻഡ് ഒരു സ്റ്റോക്ക് കൂടെ പറഞ്ഞുതരാം. ജയ്സ്വാൾ നിക്കോ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ട്രേഡാണ്. ഇപ്പോൾ ഞാൻ ഒരു 84 റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ കുറച്ചധികം കാലമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ട്രേഡാണ് ജയ്സ്വാൾ നിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് നടക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്കത് പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.